ഒരു പെൺകുട്ടിയായിട്ട് കമ്മിറ്റഡാണ്. അങ്ങനെ ആറാട്ടനും പെണ്ണായി. UK പെണ്ണ് പറഞ്ഞാൽ എന്നെ ഹണി ട്രാപ്പ് എടുത്താൽ നോക്കി. ഇതോടെ ഒരാൾ കാശ് വാങ്ങിച്ചിട്ട് എന്നെ മെന്റാസ്റ്റിൽ അഡ്മിറ്റ് ചെയ്യാൻ നോക്കി, എൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി. ആറാട്ടെണ്ണ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ കണ്ടൻ്റായിട്ട് ഓരോ ദിവസം വരുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിലാണെങ്കിൽ ഈ ഒരു എമ്പുരാൻ ഇറങ്ങുന്ന സമയത്ത് മോഹൻലാൽ ഫാൻസിനെതിരെയാണ് ഭയങ്കരമായിട്ട് സംസാരിച്ചത്. ഞാൻ തിയേറ്ററിൽ എന്നെ കാണും, അവരെന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണട്ടെ, എൻ്റെ രോമത്തിൽ പോലും തൊടത്തില്ല, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരൻ്റെ പഴയ ഒരു വീഡിയോ ആണ്. അതെന്ന് പറയുന്നത് ആദ്യമേ ഒരു ഗേൾ ഫ്രണ്ട് തനിക്ക് സെറ്റായി, അതൊരു UK കാരി ആണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ആദ്യമേ കണ്ടത്. അതിനുശേഷം പിന്നെ ഒരു വീഡിയോയിൽ വന്ന് പറയുകയുണ്ടായിരുന്നു, ആ ഒരു UK കാരി പെണ്ണുണ്ടെങ്കിൽ പറ്റിയിലാണ്, കുറേ അധികം ആൾക്കാർ സെറ്റ് ചെയ്തതാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കിയതിന് ശേഷം എൻ്റെ സ്വത്തെല്ലാം അടിച്ചെടുക്കാനുള്ള പ്ലാനായിരുന്നു. അതിനുവേണ്ടി കുറേയധികം പേര് PR ടീമും കാര്യങ്ങളൊക്കെ ചേർന്ന് സെറ്റ് ചെയ്തതാണ് എന്ന് പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഭയങ്കര ഡിപ്പേഡും ചർച്ചാ വിഷയമായിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് എല്ലാവരും തന്നെ അറ്റൻഷൻ, എല്ലാവരും തന്നെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എമ്പുരാൻ ഇറങ്ങുന്ന സമയത്തായാലും അദ്ദേഹത്തിനെ പറ്റി ആൾക്കാർ ഭയങ്കരമായിട്ട് സംസാരിക്കണമെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനെപ്പറ്റിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് മോഹൻലാൽ ഫാൻസിനെതിരെയും സിനിമയ്ക്കെതിരെയൊക്കെ കുറേ അധികം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേയൊക്കെ. പിന്നെ ഇറങ്ങാൻ നേരത്ത് ഇനി അടി കിട്ടുമല്ലോ എന്നൊക്കെ പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ വന്നതിന് തലേ ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതേ കണക്ക് നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് സിനിമ കാണാം എന്നുള്ളൊരു കാര്യം. അപ്പം അദ്ദേഹത്തിന് അറ്റൻഷൻ വേണം, എല്ലാ രീതിയിലും അറ്റൻഷൻ വേണം. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും കാണാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. മണ്ടനെ പോലെ അഭിനയിക്കുകയാണെന്നാണ് തോന്നുന്നത്. പുള്ളിക്കാരൻ ഒരു അറ്റൻഷന് വേണ്ടി എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും അതേ കണക്ക് അറ്റൻഷൻ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിനെക്കുറിച്ച് വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ തന്നെ അദ്ദേഹത്തിനെക്കുറിച്ച്, അപ്പോൾ അദ്ദേഹത്തിന് അറ്റൻഷൻ കൂടുതൽ കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിന് കൂടുതൽ ആൾക്കാർ അറിയുന്നുണ്ട്. അപ്പം ഒരിക്കലും ഇതിലെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെറുതെ ആയി പോകുന്നില്ല. എല്ലാവരും അറ്റൻഷൻ, അദ്ദേഹം വിചാരിക്കുന്ന രീതിയിൽ അറ്റൻഷനും കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് എത്ര നാളിങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ അറ്റൻഷന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ഇനി എത്ര നാൾ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനി ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഇനി ഓരോ സിനിമയൊക്കെ ഇറങ്ങുമ്പോഴത്തേന് ഇതേ കണക്ക് വരും. എന്താ പറയുക, തനിക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇതേ കണക്ക് ഓരോന്ന് പറഞ്ഞു വരും. അതേപോലെ അലൻ ജോസ് പെരേര ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെയും കുറേ ഉണ്ടായിരുന്നു. അപ്പം എല്ലാത്തിനുമായിട്ട് ഇഷ്യൂവും കാര്യങ്ങളുമായിട്ട് എപ്പോഴും പുള്ളിക്കാരൻ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട്. നിങ്ങളെന്താണ് ശരിക്കും ആറാട്ടണ്ണനെ പറ്റി വിചാരിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതെന്താണെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തിനെ കാണുന്നത് എന്നുള്ളൊരു കാര്യം.